ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഒത്തൻറ്റിക് ഇന്ത്യൻ കുക്കിംഗ് നിങ്ങളുടെ എല്ലാവരും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്ന് റവ ഡോക്ലയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നല്ല ഹെൽത്തി ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. മക്കൾക്കൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുത്ത് നോക്കണേ. നല്ല അടിപൊളി റെസിപ്പി, അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഏറ്റവും നമുക്കാണെങ്കിൽ ഒരു ബൗളെടുക്കും. അതിനകത്ത് നമുക്ക് 1 കപ്പ് റവ, കട്ടോരിയോ മെഷറിങ് കപ്പോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ 250 ml കപ്പിന് 1 കപ്പ് റവയും 1 കപ്പ് തൈരും പിന്നെ 1 കപ്പാണെങ്കിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 പാർട്ടായിട്ട് നമുക്ക് പതുക്കെ കുറേശ്ശെ വേണേ ഒഴിച്ച് വെള്ളം മിക്സാക്കി എടുക്കാൻ, അല്ലെങ്കിൽ പിന്നെ കട്ട കൂട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ തൈര് എടുക്കുകയാണെങ്കിൽ ഇച്ചിരി പുളിയുള്ള എടുക്കണേ, എന്നാലും നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അതിന്. പിന്നെ നമുക്ക് നന്നായിട്ട് മിക്സാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്ത് 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുക്കാം. പിന്നെ ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ നമുക്കാണെങ്കിൽ എണ്ണ ഒഴിച്ചെടുക്കാം. എണ്ണയാണെങ്കിൽ ഞാൻ കപ്പലണ്ടി എണ്ണയാണ് ഒഴിച്ച് കൊടുത്തത് കേട്ടോ. നിങ്ങളുടെ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലാണെങ്കിലും ഒഴിച്ച് കൊടുത്താൽ മതി. പക്ഷേ കപ്പലണ്ടി എണ്ണയാണ് ഒന്നും കൂടെ അടിപൊളി ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊരു 15 തൊട്ട് 20 മിനിറ്റേക്ക് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ആ നേരം കൊണ്ട് നമുക്കാണെങ്കിൽ ഒരു ചോപ്പറിനകത്ത് കുറച്ച് പച്ചമുളകും ഇഞ്ചിയും കൂടെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. നിങ്ങളുടെ ഈ ചോപ്പർ ഇല്ലെങ്കിൽ മിക്സി ജാറിലാണെങ്കിലും ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. മക്കൾ എത്ര എരിവ് കഴിക്കുന്നത് വെച്ച് അതനുസരിച്ച് വേണേ. ഞാനൊരു 5-6 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ഇഞ്ചി കഷ്ണമുള്ള ഇഞ്ചിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും വേണം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇവിടെ മക്കൾ ഇച്ചിരി അധികം എരിവ് കഴിക്കാൻ താല്പര്യമുള്ള ഇഷ്ടമോ കൂടുതലുള്ളവരാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി അധികം എരിവ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കാണെങ്കിൽ റവ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് തൈരും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് റെസിപ്പീസൊക്കെ എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയെന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലെ. അപ്പോൾ അതേതാണെങ്കിൽ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കാണെങ്കിൽ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഒന്നും കൂടെ മിക്സാക്കി നമുക്കൊന്ന് അടച്ച് പിന്നെ ഒന്നും കൂടെ വയ്ക്കാം. അതുമായിട്ടേക്ക് നമുക്ക് സ്റ്റീമറും ചൂടാക്കിയെടുക്കാം. നമുക്ക് ഇഡ്ഡലി തട്ടോ അല്ലെങ്കിൽ ഇതൊരു കടായിയോ എന്തെങ്കിലും എടുത്താൽ മതി കേട്ടോ. നമുക്ക് എന്താ ഉള്ളത് നമ്മളെന്ന് വെച്ചാൽ അതെടുത്താൽ മതി. അതിനകത്തൊരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കുക. റിങ്ങോ സ്റ്റാൻഡോ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് ആദ്യം ഒരു 1-2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കാനായിട്ട് മാറ്റി വയ്ക്കും. ആ നേരം നമുക്കാണെങ്കിൽ ഒരു പ്ലേറ്റിൽ കുറച്ച് എണ്ണ ഒന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് വെക്കാം. ഇനി നമുക്കാണെങ്കിൽ 1/2 ടീസ്പൂൺ നമുക്കാണെങ്കിൽ ഈനോ ആഡ് ചെയ്ത് കൊടുക്കാം. ഈനോ ഇല്ലെങ്കിൽ ഇതിൻ്റെ പകരം നിങ്ങൾക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഈനോ ഇടുവാണെങ്കിൽ അതേ നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കല്ലേ. എപ്പോഴാണ് നമ്മൾ സ്റ്റീമർ ചൂടായി കഴിയുന്നത് വെച്ചാൽ ആ നേരം ഇട്ടാൽ മതി. ഇട്ട ഉടനെ തന്നെ ഇത് സ്റ്റീം ചെയ്യാൻ വെക്കണം കേട്ടോ. ആ സമയത്ത് ബേക്കിംഗ് സോഡ ആണെങ്കിൽ അത്രയും പ്രശ്നം വരത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി. തീർച്ചയായിട്ടും നിങ്ങളുടെ ഡൗട്ടിൻ്റെ എല്ലാത്തിനും ആൻസർ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു ഡയറക്ഷൻ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്കിത് സ്റ്റീം വയ്ക്കാം. ഒരു 15 തൊട്ട് 20 മിനിറ്റ് സമയം പിടിക്കും കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. ഒരു 15 മിനിറ്റ് ആകുമ്പോൾ എന്തെങ്കിലും ടൂത്ത് പിക്കോ പിച്ചാത്തി എന്തെങ്കിലും വെച്ച് കുത്തി നോക്കിയാൽ മതി. അതായിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മേളിൽ കൂടെ കുറച്ച് കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കാണാൻ ഒരു ലുക്കിന് വേണ്ടി കേട്ടോ. എരിവൊന്നും അധികം കാണത്തില്ല, ഒരു ലുക്കിന് വേണ്ടിയായിട്ട് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കത് സ്റ്റീം ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അത് നന്നായിട്ടൊന്ന് ആയി കഴിയുമ്പോൾ നമുക്കാണെങ്കിൽ അതുവരത്തേക്ക് കടുവൊക്കെ ഒന്ന് താളിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആണെങ്കിൽ ഒരു തടുക്കാപ്പേനകത്ത് കപ്പലണ്ടി എണ്ണ 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്താണെങ്കിൽ 1 ടീസ്പൂൺ കടുവ് കിട്ടുന്നു. കടുവ് പൊട്ടി കഴിയുമ്പോൾ നമുക്കത് ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കാം. അതിനകത്ത് പച്ചമുളകൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കീറിയിട്ട് കൊടുക്കാം. പിന്നെ വെളുത്ത എള്ളുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ രാവിലെ തിരക്കിലായതുകൊണ്ട് ഒന്നും ഇട്ട് കൊടുത്തില്ല കേട്ടോ. ഇങ്ങനെ തന്നെ ചെയ്തിട്ടേ ഉള്ളൂ. ഇന്ന് അതിൻ്റെ മേളിൽ കൂടെ കുറച്ച് മല്ലിയിലും കൂടെ വെതറി കൊടുക്കാം. അപ്പോൾ നമ്മുടെ റവ ഡോക്ല റെഡി ആയിട്ടുണ്ട്. സെർവ് ചെയ്യാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ പെട്ടെന്ന് ധൃതിയിലായതുകൊണ്ട് ടിഫിനൊക്കെ പാക്ക് ചെയ്ത് റെഡിയാക്കി കൊടുത്ത് വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എത്തിക്കും. ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.